തീരെ കിട്ടും. എന്നാ പിന്നെ ഇങ്ങനെ ഇതാക്ക്. കൊറേ പൂവൊക്കെ ഉണ്ടായി. വീണ്ടും ഒരു ഓണം. ഞങ്ങളില്ലേ ആ പൂവ് കുറച്ച് പൂക്കളെല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. ഓൾമോസ്റ്റ് അല്ല, ഞാൻ ശരിക്കും പറയാൻ നാളാണ് അത്തെന്നുള്ള കാര്യം എനിക്ക് അറിയേയില്ലായിരുന്നു കേട്ടോ. അതായത് കർക്കിടകത്തിൽ എന്റെ ലൈഫ്, എനിക്കിപ്പോ ഏജ് ഇപ്പതാ ഈ ഓഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഓഗസ്റ്റ് 24 വന്നാൽ എനിക്ക് 44 വയസ്സായി. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാന് ഓണം ഓണം എന്നായിപ്പോയി, അത്തം കർക്കിടകത്തിൽ കാണുന്നത്. എനിക്ക് വിളിമ എന്തുണ്ടോ ഇല്ല. കർക്കിടകത്തിൽ ഞാൻ ഓണല്ല അത്തം കാണുന്നത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഡൗട്ട് തോന്നിയിട്ട്, ഞാനിപ്പോ പോകുന്ന വഴിയില് ഡൗട്ട് തോന്നി, കുറെ സ്ഥലത്തുണ്ട് ഇങ്ങനെ പൂവ് ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഞാൻ ഞാന് സാധാരണ നമ്മളെ ചിങ്ങം ഒന്ന് കഴിഞ്ഞ് പിറ്റേന്നല്ല അതിന്റെ പിറ്റേന്നൊക്കെ ആയിട്ടാണല്ലോ അത്തം വരെ നോർമലി. അപ്പൊ ഞാൻ പഠിച്ചത് പൂവൊക്കെ വെക്കുന്നത് എനിക്ക് അറിയുന്നില്ല. നാളെ മത്താണെന്നുള്ളതേ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്താ പൂവൊക്കെ വെക്കണെന്ന് വിചാരിച്ച് എന്റെ ഫ്രണ്ടിനെ വേഗം ഓളെ വിളിച്ചപ്പോ ഞാൻ എടാ അത്ത എന്താന്ന് വെച്ചു. അപ്പൊ ഓളെ പറഞ്ഞു നാളാണ് എടാ അത്തം. അപ്പൊ ഞാൻ വെച്ചാൽ അതെന്താ അത്തന്ന്? കലിക്കാലം അല്ലാതെ എന്ത്. ഓളെ ലൈഫിൽ ആദ്യം, നമ്മള് പിന്നെ മുസ്ലിംസ് ആണ്, നമുക്ക് അറിയൂല. അപ്പൊ ഓള് ഹിന്ദു ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വിചാരിച്ചു എനിക്ക് അറിയായിട്ടാണ്. അപ്പൊ ഞാൻ വെച്ചാൽ അതെന്താടെ കർക്കിടകത്തിൽ അത്തം വന്നിക്കണ്. ഓളെ ലൈഫില് ആ ഒരു ഇതിൽ ആദ്യമായിട്ടാണ് പോലും ഇങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഇതിന്റെ വീഡിയോ കാണുന്ന ആരൊക്കെങ്കിലും കർക്കിടകത്തില് അത്തം വന്ന് ഏതെങ്കിലും അറിയുന്ന ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് കർക്കിടകത്തിൽ അത്തം കാണുന്നത്, എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാം. അപ്പം നാളെ അത്തം 1. യെസ്. അപ്പം നമ്മൾ നാളെ പൂവിടുന്നുണ്ട്. അപ്പൊ ഇന്നിതാ പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കുറേ സ്ഥലത്ത് പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു രസം തന്നെ അല്ലെ. എന്നാലും കർക്കിടകത്തിലല്ലെങ്കിൽ ചിങ്ങ1 അത്തം വരുമ്പോ ഒരു രസമായിരുന്നു. ഇതും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ പഠിച്ചോന്റെ ഒരു കുതിർത്ത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നാളെ അത്തം 1. അപ്പൊ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ അത്തം 1 നമ്മൾ പൂവിടുന്നതും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിരിക്കും അല്ലെ കുഞ്ഞ അല്ലേ? നമ്മൾ അത്തത്തിൽ നമ്മൾ നാളെ പൂവിടാനൊക്കെ പോകുന്നുണ്ട്. അപ്പം നാളെ സൺഡേയും കൂടിയാണ് അല്ലെ മുത്തുമണിയെ? ഇതെന്താ അതിന് ശരിക്കും വട്ട. അപ്പൊ നമ്മളിതാ പൂവ് ലവ് യു. അപ്പൊ നമ്മളെ പൂവ് ഇതാ കുമാരസ്വാമിന്റെ അവിടെ കുറെ പൂവൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മള് പൂവൊക്കെ വാങ്ങിക്കട്ടെ. നാളത്തേക്കുള്ള പൂവൊക്കെ വാങ്ങിച്ച്, പൊന്നൂസിനാണ് സ്കൂളില്ല, അതിനെ കൊണ്ട് നമ്മൾ രണ്ടാളും കൂടി കുത്തിയിരുന്ന് പൂവൊക്കെ ഇടും. എന്നിട്ട് പൂവൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൂ വാങ്ങാൻ പോകുന്ന നമുക്ക് കണ്ടാലോ? എന്തൊക്കെ പൂക്കളാ കിട്ടും. കുറച്ചേ വാങ്ങുന്നുള്ളൂ, ഓവറൊന്നും വാങ്ങുന്നില്ല. അയ്യടി അതൊക്കെ തിരുവോണത്തിന്. അല്ല, നമുക്ക് സദ്യക്ക് ഓർഡർ ചെയ്യാനില്ലേ? നമുക്ക് സദ്യക്ക് ഓർഡർ ചെയ്യാനുണ്ട്. എന്തായാലും വരി, നമുക്ക് പൂ വാങ്ങാം. എന്തൊക്കെ പൂക്കളാ വാങ്ങുന്നതെന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ച് പൂക്കളെ വാങ്ങുന്നുള്ളൂ, ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന് അറിയില്ല. പോയോക്കട്ടെ, വരി കാണാം നമുക്ക്. അങ്ങനെ നമ്മള് പൂ വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ. ഇവിടെ കണ്ടതാണ് നമ്മള് പൂ വാങ്ങിക്കാം നമുക്ക്. കൊറേ പൂവൊക്കെ ഉണ്ടായി. വീണ്ടും ഒരു ഓണം. കാണുമ്പോ വല്ലാത്തൊരു സന്തോഷ. കുറേ വന്നിട്ടുണ്ട്, കൂടുതലൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അല്ലേ? മുല്ലപ്പൂ ഒന്നല്ല, അവിടുന്ന് നമ്മളെ വീട്ടിലുള്ള റോസ് ഒക്കെ ഉണ്ട്. വേണ്ടല്ലോ, ഇപ്പൊ വാങ്ങിക്കാം. നമുക്ക് എന്തിനു പോരെ നോക്കാം. അങ്ങനെ നമ്മള് പൂ വാങ്ങിച്ച 50 രൂപക്കാട്ടോ പൂ വാങ്ങിയത്. മതിയില്ലേ? പൊന്നു സാറിന് 100 രൂപയ്ക്ക് വാങ്ങാന് 50 രൂപ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ശരിക്കും 100 രൂപക്ക് വാങ്ങാൻ നിന്നാ. കുഞ്ഞ കൊണ്ട് കാണിക്ക്. 100 രൂപക്ക് വാങ്ങാൻ വേണ്ടി നിന്നത്. അപ്പൊ അവിടെ ഉണ്ട് ഒരാള് 50 രൂപയ്ക്ക് പോകുന്നത്. അപ്പൊ ഞാന് 50 രൂപയ്ക്ക് പൂ കിട്ടൂല വിചാരിച്ച് ഞാൻ 50 രൂപ പൂ വാങ്ങി. ഒരു ദിവസം അതാ പോകുന്നത് 100 രൂപയ്ക്ക് വാങ്ങായിട്ട്. 50 രൂപയ്ക്കൊക്കെ പൂ കിട്ടും. നാളത്തെ അത്തത്തിനുള്ള പൂവ്. അപ്പൊ നമുക്ക് പൂവിടുന്നൊക്കെ കാണാം കേട്ടോ. വലുതായിട്ടൊന്നും ഇല്ല, കുഴപ്പമില്ലാത്ത ടൈപ്പിൽ നമുക്ക് പൂവിടാം. നാളെ കാണാം, ബാക്കി നാളെ. നമ്മൾ അങ്ങനെ പിറ്റേന്ന് ആയി പൂവിടാനുള്ള പരിപാടിയാണ് കേട്ടോ. 50 രൂപന്റെ പൂവാട്ടത്.
കൊറേ ഉണ്ട്. ആ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കുക. വേഗം വാ വേഗം വാ. അപ്പൊ നമ്മള് പൂടാ പരിപാടി ഇതാക്കുന്ന പിച്ചിപ്പറിക്കല്ല. ഇതുകൊണ്ട് ഇങ്ങനെ 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 വെട്ടല്ല. അതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ പിടിക്കുക. ഈ ഒരു കാര്യം ചെയ്യാം. അനക്ക് ഈസിയുള്ള പരിപാടി ഞാൻ തരാം. ആ വൈറ്റ് പൂവുണ്ടല്ലോ, അതിനെങ്ങനെ ഇങ്ങനെ 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 ആക്കി തീരെ കിട്ടും. എന്നാ പിന്നെ ഇങ്ങനെ ഇതാക്ക്. എനിക്ക് പർപ്പിൾ മതി. എന്നാ പർപ്പിൾ ഇങ്ങനെ ഇങ്ങനെ അറിയാലോ. കുറച്ച് കിട്ടാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ മഞ്ഞപ്പൂ ഇങ്ങനെ വെട്ടാട്ടോ. പൂ വെട്ടിക്കഴിയാ. ആ അങ്ങനെ തന്നെ ഇങ്ങനെ 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 ആക്കിട്ട് നല്ല രസാല്ലേ. ഓണം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഓണം എന്നറിയല്ല, ഓണം എന്ന് മാത്രല്ല എല്ലാ ഉത്സവവും നമുക്കൊരു വല്ലാത്തൊരു വികാരം തന്നെയാണ് അല്ലേ കേരളക്കാര് ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ഈദായാലും എന്താ പറയാ ഈ നമ്മുടെ ക്രിസ്മസ് ആയാലും എല്ലാം ആഘോഷിക്കും. ഞങ്ങളെല്ലാം ആഘോഷിക്കും കേട്ടോ. ഒന്നുമില്ല, എല്ലാം ഒരാഘോഷം. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിന് നമ്മൾ പടകൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പൂവൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പൂ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെടാ പൊന്നൂസൊക്കെ വെട്ടാണ്. പൂ വെട്ടിക്കഴിഞ്ഞിട്ട് കാണട്ടാ. പൊന്നൂസ് ഇങ്ങനെ പിച്ചിടാണ്. ആ അങ്ങനെ പറഞ്ഞു. സോറി, എനിക്ക് തെറ്റിപ്പോയതാ. എനിക്ക് തെറ്റിപ്പോയി. നിലത്തുന്ന കലവാവ നമ്മുടെ മെഷീന് പണിയാവും. എന്താ ഞാൻ വെറുതെ പറയാ. അല്ല, മമ്മക്ക് പണിയാവും. മമ്മിക്കാണ് പണിയാവേണ്ടിയത്. എത്ര ഉണ്ടത്? നാളത്തേക്ക് വെക്കാണ്ടാ? ഇല്ല, ഇതെന്താ നാളത്തേക്ക് വെക്കാനാ? ഇല്ല, ചോദിച്ചതാണ്. 50 ഉറുപ്പ്യന്റെ പൂവ് നാളത്തേക്കും കൂടി വെക്കാനുണ്ടോന്നാ ഞാൻ ചോദ്യം. ജലദോഷം എനിക്ക് നോക്കും ജലദോഷാട്ടാ. അപ്പൊ ഞങ്ങളെ വർത്താനം പറഞ്ഞ് കുത്തിരുന്നാൽ ഇത് നടക്കൂല. ഇപ്പൊ തന്നെ ഏകദേശം നേരം വൈകിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വേഗം വെട്ടിയിട്ട് കാണട്ടോ. തമാശ. അപ്പൊ ഗൈസ് മമ്മി കൊറേ പൂട്ട്. ഇതാ ഞാനിപ്പോ ഇതാക്കിയത് മഞ്ഞി. ഇതാ ഈ 2 കളർ ഇപ്പൊ പിച്ചിക്കഴിഞ്ഞ്. പൊന്നൂസ് ഈ പൂവായനെ കൊണ്ട പൊന്നൂസിന്റെ ദേഷ്യം. ഞാൻ ഓൾ എടുക്കുമ്പോ തന്നെ അവളോട് പറഞ്ഞു, കുഞ്ഞാണക്ക് ഇത് പറ്റും കുട്ടിക്ക് പറ്റൂട്ടോ. ദേഷ്യം പിടിച്ചിട്ടാണെങ്കിൽ ഓക്ക് പറ്റും. വൈറ്റ് മമ്മ ചെയ്യണ്ടല്ലോ. അത് മമ്മ മാറ്റുന്നുണ്ട്. ഞാൻ റോസ് ഇങ്ങനെ പറിക്ക. അടുത്തതാ റോസ് ആണ് കേട്ടോ. 50 ഉറുപ്പ്യക്ക് എത്ര പൂവ് നിൽക്കുന്നത്. ഞാനില്ലേ ആദ്യമൊക്കെ എങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ പോകുന്ന സമയത്ത് അവിടുന്ന് പൂ വാങ്ങി വരാട്ടോ ചെയ്യാ. എന്നിട്ട് 150 ഉറുപ്പ്യ 200 ഉറുപ്പ്യൊക്കെ വാങ്ങും. അപ്പൊ അവരറിയും ഇതിനൊന്നും എന്താ പൂവ് കിട്ടൂല എന്ന് പറയുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ അതാണ് ഞാൻ ആലോചിക്കുന്നത്. 50 ഉറുപ്പ്യക്ക് എത്ര പൂവ് തന്നിക്കണെന്നറിയോ? മറ്റൊരല്ല പറ്റിച്ചതേനു കേട്ടോ. ടൗണിൽ നിന്നും നമ്മൾ ഒരിക്കലും വാങ്ങരുത്. നല്ല പറ്റിക്കലാ. എന്നിട്ട് ഞാന് അന്ന് 150 ഉറുപ്പ്യക്ക് വാങ്ങിട്ട് ഈ 50 ഉറുപ്പ്യന്റെ അത്ര പൂവൂരും ഇല്ലേന്നല്ല കുഞ്ഞല്ലേ മമ്മ ഷോറൂമിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നത്. ഇതിന്റെ അത്ര ഇല്ല പറയുമ്പോ ഞാൻ 150 200 അങ്ങനെ എന്തോ ആണ് കൊണ്ടുവരുന്നത്. ഞാന് കറണ്ട് പോയില്ലേ. ഞാൻ ചിന്തിക്കണ എന്താ അറിയാ, ശരിക്കും ഞാൻ ഇന്നലെ 100 ഉറുപ്പ്യക്ക് മതി, അത്തല്ല 100 ഉറുപ്പ്യക്ക് വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് നിന്ന്. അപ്പൊ ഒരാൾ വന്നിട്ട് 50 ഉറുപ്പ്യക്ക് പോവുന്നു. 50 ഉറുപ്പ്യക്ക് എനിക്ക് തെറ്റിയതാണോന്ന് വിചാരിച്ച് ഞാൻ കുറച്ചേരം അവിടെ നിന്ന് അയാൾ പൈസ എത്ര അയക്കണോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പണ്ട് 50 ഉറുപ്പ്യ വെച്ച്. അപ്പൊ ഞാൻ പറയും എനിക്ക് 50 ഉറുപ്പ്യക്ക് പോകുന്ന പറഞ്ഞു. അല്ല, അപ്പൊ പൂക്കാരനെ വെച്ച് നിങ്ങൾക്ക് എത്രക്ക് 50 തന്നെ മതിയോന്ന് വെച്ച്. ഞാൻ പറഞ്ഞു 50 തന്നെ മതി എന്ന് പറഞ്ഞു. എന്തത് ലോട്ടറി അടിച്ച മാതിരി പോയി. ശരിക്കും ലോട്ടറി അടിച്ചതാണെങ്കിലോ? ശരിക്കും ലോട്ടറി അടിച്ചതാണെങ്കിൽ എന്റെ പൊന്നോ ഗാലക്സി ഫ്ലാറ്റ് എടുത്തരാ. തുടങ്ങി ഓളെ ഗാലക്സി ഫ്ലാറ്റ്. ഇതപ്പൊ റോസും അങ്ങനെ ഇതാ പിച്ച് കഴിഞ്ഞു. ഇല്ല, ഞാൻ അടുത്ത ഞാൻ ചെട്ടി വെട്ടട്ടെ. അതാണ് മഞ്ഞ. ഒരു പ്ലേറ്റ് കൂടി എടുത്തരമ്മ. എന്നാല് ഓക്ക് വെള്ള ഈലിടാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പൂവിടാൻ തുടങ്ങാം. ഇതായി ചെട്ടി വെട്ടുന്നുണ്ട്. അതായില്ലുണ്ട്. ഇതെന്താ ഇത് ഇങ്ങനെ എടുത്തിട്ട് എടുക്കുക. ഇതെന്താ അയ്യേ പറ്റിക്കല കേട്ടാ. എന്റെ കുട്ടി പൂ വെട്ടിക്കൊണ്ടിരിക്ക. വയറ്റിലേക്ക് അങ്ങനെ പീച്ചി അങ്ങനെതാ
വയറ്റിലേക്ക് എത്തി എന്റെ കുട്ടി എത്തി അല്ലേ. ഇതൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ടതാ. ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാധനം ഇത് ചെയ്യാന്. അതിന്റെ കുട്ടി ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ശരിക്കും എല്ലാവർക്കും മടിയാ ഇത് ചെയ്യാനും മതി. ഇതാ ഇത്രയും പൂക്കള് മഞ്ഞ ഇതുണ്ട്, ഈ കളറുണ്ട്. ഓ എത്ര ചെയ്യുന്നറിയാതാ. വൈറ്റ് ഇതാ, ഇത് റോസ്. ഇനിയിപ്പൊ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഓറഞ്ച് ചെട്ടി. വാ ഒന്നങ്ങി നമുക്ക് വരയ്ക്കാതിരുന്നാലും ഇതെടുത്തു വാ, സ്കെച്ച് എടുത്തു വാ. ചോക്കില്ല, എന്നെ കൂടെ സ്കെച്ചാ വാങ്ങുന്നു. പൂക്കളെല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. ഓൾമോസ്റ്റ് അല്ല, അതായി. ചെട്ടിതാ. ഇത് എന്താ ഇതിനെന്തേലും പറയാ, വാടാർമല്ലി. ഇത് വാടാർമല്ലി. അങ്ങനെ അതൊക്കെ കിട്ടിക്കണം കേട്ടോ. ഇതാ ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അത് വയലറ്റും പർപ്പിളും പിന്നെ മഞ്ഞ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂതാ, പക്ഷെ അത് അധികം തന്നില്ല, ഇച്ചിരി തന്നിട്ടുള്ളൂ. പിന്നെ അതാ റോസാപ്പൂ. അപ്പൊ നമുക്ക് ഇടാ കുഞ്ഞാ, വാ. എന്റെ കുട്ടിയാണ് കേട്ടോ പൂവൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. നമ്മൾ കൊലായിലാണ് കേട്ടോ ഇടുന്നത്. ഇത് അവിടെ അവിടെ വെച്ചോ. എന്റെ മോള് ഇനി ബാക്കിയുള്ള എടുത്തു വാ. ഓക്കെ, എന്റെ ശുണ്ടൻ മോളാണ്. എന്റെ കുട്ടി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പൊന്നും കൂടാണ് അല്ലേ വാവാ. ഈ അയിമ കളിക്കല്ലേ, ഞാൻ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരോ? അല്ലേ, നല്ല മോളാണ്. വാ, എന്റെ കുട്ടിക്ക് കണ്ണൊക്കെ അടിക്കാൻ അറിയാം കേട്ടോ. അവിടെ വെച്ചോ. കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കോ. ഇതെന്താ വെച്ച കോലം നോക്ക്. ഇത് ക്യാരറ്റ്. അത് ക്യാരറ്റ്. ഇത് നാരങ്ങ, മറ്റേ ഓറഞ്ച് നാരങ്ങ അല്ലേ, ഓറഞ്ച് മറ്റേ മഞ്ഞ നാരങ്ങ അത്. പിന്നെ ഇതെന്തോ ഒരു സാധനം, ഇതും ബ്രിഞ്ചാള്. ബ്രിഞ്ചാള് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മതിപ്പോ നമുക്ക് ഇനി പൂവിടാം. പൂവൊക്കെ നമ്മള് വെച്ച് നമ്മള് ക്യാബേജ്, അത് മഞ്ഞൾപ്പൊടി. ശരി, നമുക്ക് വട്ടം വട്ടം വരച്ചാ പോരാ പൊന്നെ. ഏത് ലോകത്താ? ദുബായ് ലോകത്ത്. അപ്പൊ നമ്മള് വട്ടം വട്ടാണ് വരയ്ക്കുന്നത് കേട്ടതാ. ഞാനും വരച്ചിട്ട് വട്ടോ. ഇത് പോയാ മതി. ഓക്കെ, ഇത് പോയിക്കില്ലേ. വട്ടം വട്ടം വരച്ചിട്ട് ചെറിയതാ. കുഞ്ഞാ, ആദ്യം ചെറുത്. നമുക്ക് ഈ വട്ടം വരയ്ക്കണേലേ ശരിക്കും ഇത് ചെറുതായി അല്ല, എനിക്ക് വട്ടം കറക്റ്റ് കിട്ടൂല. എന്റെ കുട്ടിയാട്ടോ വരയ്ക്കുന്ന കറക്റ്റ് വട്ടം. ആഹാ, കറക്റ്റ് വട്ടം വരയ്ക്കുന്ന മോളെ കണ്ടുവച്ചാലും മതി. വട്ടം നോക്ക് ഗൈസ്. സാറില്ല, പൂടും. ഒരു കാര്യം ചെയ്യും, വട്ടത്തിന് നമുക്ക് പൂട്ടാ പോരെ, വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇട്ട് പോയാ പോരെ. അതാ നല്ലത്. നടുവിൽ ഏതാടുന്നേ? വാടാർമല്ലി. വാടാർമല്ലി അതാ ഈ എടുത്ത സാധനം, വാടാർമല്ലി. ഓ മനസ്സിലായി. അതാ വാടാർമല്ലി എടുക്കുവാ ആദ്യം. ഫസ്റ്റ് വാടാർമല്ലി ഇടാ. നടുവിൽ തന്നെയല്ലേ ഇത് വരണ. ഓക്കെ, എന്നിട്ട് ഇത് നമ്മള് കൈയോണ്ടുണ്ടല്ലോ ഇങ്ങനെ വട്ടാക്കിട്ടെടുക്ക. ഓക്കെ, എങ്ങനെ ഉണ്ടായി ഗൈസ്? കാരണം നത്ത അതിനെ കൂടെ അത്ര ഭംഗിയിലിടണ്ട. ഞാൻ ഇടണം. എന്റെ പൊന്നും കൂടി. അല്ലാ, കാറ്റടിക്കുന്നുണ്ട് പഠിച്ചോനെ. നിന്ന് കഷ്ടപ്പെട്ട് മുറിച്ചതാ. ഓക്കെ, തന്നേക്ക്. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ ഇടാൻ പോണ റോസ് ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, ഇടണ വാവ. സൈഡിലൊന്നും ആവല്ലേ. ഓക്കേ, ഇടാ വെക്കൂലേ. എല്ലാ സൈഡും ഒരേ കട്ടിയാവണം കേട്ടോ കുഞ്ഞാ. കട്ടിതാവരുത് കേട്ടോ, മെലിഞ്ഞു ആവല്ലേ. അങ്ങനല്ല, ഞാൻ ഇത് കട്ടി നോക്കിയിട്ടിടണം. ഓക്കെ, അപ്പൊ ഞാനോ? ഉണ്ട്. വൈറ്റ് ഇതാവല്ലേ, വൈറ്റ് അതിലേക്ക് ഇട്ടാ മതി. പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തില് എത്ര വീടുകളിൽ പോയിട്ട് പൂവിടാൻ പോകുന്നറിയോ. ഇഷ്ടം പോലെ വീട്ടിലൊക്കെ ഇങ്ങനെ പോയി പോകും. എന്നിട്ട് ഞാൻ പൂക്കളിടും. തിരുവോണത്തിനൊക്കെ എന്നെ എടുക്കാനുണ്ടാവൂല, കാരണം ഇനിയും കാത്തു നിൽക്കും ഒരു പൂവിടാന്.
അന്നൊക്കെ എനിക്ക് എല്ലാം വരച്ച് ഇങ്ങനെ സെറ്റാക്കി. കാരണം കുറെ ആൾക്കാർ വരച്ചു തരാനൊക്കെ ഓരുണ്ടാവും. അപ്പൊ ഞാനൊരു ചിത്രം കൊടുക്കും, അതൊക്കെ വരച്ച് എന്ത് അടിപൊളിയായിട്ട് ഇടാന്നറിയോ. ഇപ്പൊ വരയ്ക്കാനൊന്നും ഇല്ലല്ലോ നമ്മളില്. ട്രപ്പീസിയം ആർട്ടിസ്റ്റോ? ഇനി അടുത്തത് ഏതാ? ഇതിപ്പോ ഈ പൂപ്പ് എന്താക്കും? ഈ പർപ്പിളാ? ഓക്കെ, ഇനി നമുക്ക് പർപ്പിൾ ആട്ടോ ഇടുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പർപ്പിള് ചുറ്റും. ഒന്നാക്കരുത വാവ. തികഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ, പകുതി സൈഡ് പർപ്പിളും പകുതി സൈഡ്, അതായത് സൈഡ് നോക്കണം കട്ടി. ഞാൻ സൈഡ് നോക്ക്, കാരണം അല്ലാതെ അത് പൂവ് തികയൂല. ഈ സൈഡ് ഇങ്ങനെ അളവ് കറക്റ്റ് ആക്കിയിട്ടിട്. ഇങ്ങനെ ഇട്. ഓക്കെ, ഇനി മറ്റേത് പകുതി ആക്കിയിട്ടിട്. ഈ ഒരു ഭാഗം ഇങ്ങനെ അത് അടുക്ക കുഞ്ഞാ ഇവിടെ ഇട്. എന്നിട്ട് എനിക്ക് അളവ് കറക്റ്റ് ആക്കണം. ഇതിങ്ങനെ ഇട്. ഞങ്ങളില്ലേ പൂവ് കുറച്ച് തികയാത്തതിനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ വൈറ്റ് ആക്കിട്ടോ, അതങ്ങോട്ട് ഇതാക്കി. ഇനി അടുത്തത് യെല്ലോ. നമ്മള് യെല്ലോ ചെട്ടിയാട്ടിടാൻ പോകുന്നത്. നല്ല വൃത്തിക്കിടവാ. യെല്ലോ ചെട്ടി കട്ടിയായിട്ട് ഇങ്ങനെ ഇടാം. അടുത്ത യെല്ലോ ചെട്ടിയാട്ടിടുന്ന. ഇനി നമ്മൾ ഓറഞ്ച് ആട്ടിടുന്നത്. ഓറഞ്ച് അങ്ങോട്ട് ഇടാം. ഓറഞ്ച് ഇട്ടോട്. ഓക്കെ, നല്ല മുളാണ്. ഇതിലേക്ക് ആവരുത്. ഓക്കെ, അങ്ങനെ എടുക്കല്ലേ. ഈ സൈഡിലേക്ക് എടുക്ക, അല്ലെങ്കിൽ ഇതിലൊക്കെ വീണോ. നമ്മള് ഓറഞ്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പൂക്കളം ഓൾമോസ്റ്റ് റെഡി ആയിട്ടാ. റെഡി ആയി. ഇതിന്റെ നടുവിലൊരു റോസ്, നമ്മളെ റോസ് പറിച്ചിട്ട് വെക്കണ്ടേ? നടുവിലാ? നമ്മള് റോസ് വെക്കണ്ടേ? അല്ലെ വേണ്ടല്ലേ? വെക്കല്ലേ? ശരി വെക്കാതെ. വെക്കലേ വേണ്ടല്ലേ? അങ്ങനെ പറഞ്ഞതാ ഞാൻ. പൊന്നോ, കറക്റ്റ് പോവില്ലേ? ഞാൻ എല്ലായിടത്തും വീതിയൊക്കെ കറക്റ്റ് ആക്കല്ലേ. എന്താ അവിടെ വീതി കുറവാ? അവിടെ ഒന്ന് കുറച്ച് പൂവൊക്കെ ഇവിടെ വാ. കട്ടിയുള്ളോടത്തല്ല ഇടണ്ടേ. ആ സൈഡ് റെഡി ആക്ക്. അയ്യോ, നോ ബേബി, നോ ബേബി, നോ. ശരിക്ക് ചാണകം മേകിട്ട് തറക്കെ വെച്ച് കുറേ വീട്ടിലിപ്പോ ഇങ്ങനെ ചാണകം മേകി തറക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഓരോ ദിവസം ഇപ്പൊ ഒരു ചെമ്പരത്തി പൂ ഇങ്ങനെ ഒരു കുട ഇങ്ങനെ വെക്കും. നല്ല രസമാണ് ഓണം എന്ന് പറയണത് അല്ലെ ഗൈസ്? നല്ല രസമല്ല ഓണം എന്ന് പറയണത്? വേറെ തന്നെ ഒരു വൈബാ അല്ലേ? ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെതാ നമ്മളെ പൂ റെഡിയായി, പൂക്കള റെഡിയായി കേട്ടോ. ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. എന്താ എന്റെ പൊന്നൂസിന്റെ ഹെൽപ്പാണ്. അപ്പം ഈ പൂക്കളെ പറ്റിയിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ ഞാനാ ഈ പൂക്കളെ പറ്റിയിട്ട് പറയാതെ ഓറഞ്ചും മഞ്ഞയും വെള്ളയും ചുവപ്പും പരപ്പുള്ള നിറമുള്ള 5 സ്റ്റാറില് ഞാൻ 4 സ്റ്റാർ കൊടുക്കുന്നുള്ളൂ. 4 സ്റ്റാർ കൊടുക്കുന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മള് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മളെ അത്തത്തിന്റെ പൂവാണ് ഇത്. ഇഷ്ടപ്പെട്ടാല് കമന്റ് ചെയ്യാം. ഓക്കെ, ഇഷ്ടായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓണത്തിന് ഇങ്ങനെ പൂവൊക്കെ ഇട്ട്. ഒരു രസല്ലേ നമ്മള്. അപ്പം എല്ലാവർക്കും കുഞ്ഞവാ നമുക്ക് ഓണം അത്തം ആശംസകൾ. പൊന്നോ ഞങ്ങള് പൊന്നൂസിന്റെ ഓണം ഷോപ്പിംഗ് എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ. പൊന്നൂസിന്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ശരി സോറി. അപ്പൊ നമ്മളെല്ലാവർക്കും അത്തം ആശംസകൾ. നാളെ അപ്പൊ എല്ലാവർക്കും
ആശംസകൾ. നാളെ നാളെ ചിങ്ങം ചിങ്ങം 1 ഒന്നാണ്. അപ്പൊ ചിങ്ങം ഞാൻ 1 ഒന്നിനെ ആശംസ. ഓക്കെ. ഓക്കെ. അപ്പൊ അപ്പൊ ടാറ്റാ. ആ, വീണ്ടും വരുന്നത് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് വരെ വണക്കം. റീൽസ് ഇഷ്ടപ്പെട്ടാലും വണക്കം. ശരി. ടാറ്റാ. ടാറ്റാ. നമ്മളെ പൂന്ന് കാണിച്ച ഒന്നുകൂടി നമ്മളെ പൂവിനെ കാണിച്ചു കൊടുത്താണ്. രണ്ടടേ. എന്താ പറയാനുള്ള പൂന്? പൂരെന്താ പറയാനുള്ളത്?